أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذوي الألباب والاعتبار الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. വളരെ സ്നേഹം നിറഞ്ഞ ആദരണീയരായ വിശ്വാസികളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളുടെ ഈ കൂടിച്ചേരൽ, നമ്മളുടെ ഈ പറയൽ കേൾക്കൽ എല്ലാം സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗബ എന്ന് പറയുന്ന വിഷയത്തിൽ റമദാനിന്റെ ഈ പകുതിയോട് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ, പകുതിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ ഈ കാലത്തിന്റെ ഒരു സവിശേഷതയും ഒരു പ്രശ്നവും എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിയാം എന്നുള്ളത് തന്നെയാണ്. അതായത് ഞാൻ പറയാൻ പോകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതിലെ ആശയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലതവണ കേട്ടതോ നിങ്ങളുടെ തന്നെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് തന്നെ ബ്രൗസ് ചെയ്യാവുന്ന കാര്യങ്ങളോ ആയിരിക്കും അത്. എല്ലാ ഖുർആനാണെങ്കിലും ഹദീസ് ആണെങ്കിലും തഫ്സീറുകളാണെങ്കിലും എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ഇന്ന് ലഭ്യമാണ്. ഈ കാലത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഡാറ്റ ഇൻഫർമേഷൻ ഏജ്, ഡാറ്റ ക്യാപിറ്റലിസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വിവരങ്ങളുടെ ഒരു വലിയ ഒഴുക്ക്, ഒരു ഫ്ലോ നമ്മിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയും, പക്ഷേ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഇൽമ്, അറിയുക എന്ന ഒരു തലത്തിലേക്ക് അത് എത്താതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വലിയൊരു പ്രതിസന്ധി. വിവരവും സാധാരണ നമ്മൾ പറയാറുണ്ട് ഇൻഫർമേഷനും നോളജും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന്. അതുപോലെ നമ്മളുടെ ഈ വിവരങ്ങളുടെ ഒരു വലിയ പ്രളയത്തിൽ, പ്രഭാഷണങ്ങളുടെ വലിയ ഘോഷയാത്രയിൽ, ലേഖനങ്ങളുടെയും കണ്ടന്റ്, നമ്മൾ കണ്ടന്റ് പ്രൊഡക്ഷൻ എന്ന് പറയാറുള്ള കണ്ടന്റിന്റെ ഒരു വലിയ ഒരു ഒരു ഒഴുക്കിൽ, നമ്മൾ ആദ്യം കണ്ടന്റ് എന്ന് പറയും, കണ്ടന്റ് ഫുൾ എന്ന് പറയുന്നത് പോലെയല്ല ഇന്ന് കണ്ടന്റ് എന്ന് പറയുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അതിന്റെ ഒരു പ്രവാഹമാണ്. പക്ഷെ ഈ പ്രവാഹത്തിനിടയിൽ കുറച്ച് സമയം നിൽക്കാനും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും, നമ്മളെ കുറിച്ച് തന്നെ ആലോചിക്കാനും, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാനും, നമ്മളുടെ അസ്വലിയായ ഐഡന്റിറ്റിയെ കുറിച്ച് ആത്മപരിശോധന നടത്താനും ചില സമയങ്ങൾ നീക്കിവെക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സംസാരത്തെ നമ്മൾ ഒരിക്കലും ഞാനും നിങ്ങളും കാണേണ്ടത് അത് ഒരുപാട് വിവരങ്ങളുടെ ഒരു സഞ്ചയം എന്നതിനേക്കാൾ നമ്മൾ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടി ചില സമയം നമ്മൾ മാറ്റിവെക്കുക എന്ന രീതിയിലായിരിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം തൗബ എന്ന സങ്കല്പത്തെ പോലും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സി അല്ലാഹു നബിയ്യ വല്ലദീന ആമനു മഅഹു നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൗബ എന്ന് പറയുന്ന സംഗതി നമുക്കറിയാം, എല്ലാ മതങ്ങളിലും. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ കുമ്പസാരമുണ്ട്, പല രീതിയിലുള്ള പശ്ചാത്താപങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പൊതുവെ നമ്മൾ പശ്ചാത്താപം എന്നതിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരാറുള്ള ചിന്ത, അത് നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്ത്, നമ്മൾ ആ തെറ്റ് ചെയ്താൽ നമ്മൾ നടത്തുന്ന ഒരു സംഗതി എന്ന നിലയിലാണ്. പക്ഷെ തൗബ എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ വിശാലമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിന്റെ വാക്കർത്ഥം നമുക്കറിയാം, ടു റിട്ടേൺ, മടങ്ങുക.
എങ്ങോട്ട് മടങ്ങുക? അത് നമ്മളുടെ റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഐഡന്റിറ്റികളിലേക്ക് പ്രവേശിക്കപ്പെടും. ഓരോ പിന്നെ എന്താണായിട്ടാണോ ഒരാൾ ഓരോ സമയങ്ങളിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതാണല്ലോ ഐഡന്റിറ്റി. ഒരു സ്ഥലത്ത് നമ്മളൊരു ജോലിക്കാരനായിരിക്കാം, ഒരു സ്ഥലത്ത് നമ്മളൊരു മുതലാളിയായിരിക്കാം, ഒരു സ്ഥലത്ത് നമ്മളൊരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഭാര്യ, ഒരു സ്ഥലത്ത് ഭർത്താവ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഒരു സോഷ്യൽ റോളിൽ മനുഷ്യൻ നിശ്ചയിക്കപ്പെടും. ആ ഒരു ഒഴുക്കിൽ മനുഷ്യൻ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന നമ്മളുടെ അസുലിയായിട്ടുള്ള, ഏറ്റവും ബേസ് ആയിട്ടുള്ള, റൂട്ടിലുള്ള, ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഇബാദുള്ള അല്ലെങ്കിൽ അബ്ദുള്ള, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന മനുഷ്യന്റെ ഏറ്റവും യഥാർത്ഥമായ ഐഡന്റിറ്റിയെ കുറിച്ച് ആലോചിക്കുകയും ആ ആലോചനയിൽ നിന്ന് അവന്റെ റബ്ബിലേക്ക് അവൻ മടങ്ങുകയും ചെയ്യുക എന്നതിനെയാണ് സത്യത്തിൽ തൗബ എന്ന് പറയുന്നത്, താബ, മടങ്ങി എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ എപ്പോഴാണ് മടങ്ങാൻ കഴിയുക? അത് എല്ലാ സാമൂഹികവും എക്കണോമിക്കലും ഒക്കെ ആയിട്ടുള്ള തൻ്റെ റോളുകൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു വേള നിന്നുകൊണ്ട് പ്രാപഞ്ചികമായ, യൂണിവേഴ്സലായിട്ടുള്ള, ഒറിജിനലായിട്ടുള്ള സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചും സ്വന്തം അടിസ്ഥാനത്തെക്കുറിച്ചും ആലോചിക്കുന്ന സമയത്താണ് ഒരാൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയുക. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തന്നെ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ചിലത് 70 മറ എന്നൊക്കെ, ചിലത് 100 തവണ, 70 തവണയൊക്കെ, അല്ലെങ്കിൽ അതിലും ധാരാളമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറുകൾ നടത്താറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇസ്തിഗ്ഫാറുകൾ നടത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തലം നമ്മളൊരു പാപം ചെയ്യുകയും ആ പാപത്തിൽ നമ്മൾ നമ്മൾക്ക് പശ്ചാത്താപം ഉണ്ടാവുകയും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക. രണ്ടൊന്ന്, മറ്റൊരു സംഗതി, നമ്മൾ പാപം ചെയ്തോ, നമ്മുടെ കയ്യിൽ നിന്ന് വല്ല വീഴ്ചയും സംഭവിച്ചോ എന്ന് നമുക്കറിയില്ല. നമ്മൾ നിരന്തരമായി ഇസ്തിഗ്ഫാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക. സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് പറ്റാവുന്ന ഒരു അബദ്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു വേള നമ്മൾ വിചാരിച്ചു പോകും നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്ന്. അങ്ങനെയുള്ളവർക്കാണ് ഇസ്തിഗ്ഫാറിന് സമയം, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിന് വേണ്ട അളവിൽ, തൗബക്ക് വേണ്ട അളവിൽ സമയം കൊടുക്കാൻ തോന്നാതിരിക്കൽ അവർക്കാണ്. ഞാൻ എൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും എന്നായിരിക്കും ഒരു വിശ്വാസിയായ ഒരാൾ, അയാളുടെ അബോധത്തിലെങ്കിലും അതുണ്ടാവും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ഒരിക്കലും നമ്മുടെ അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. അപ്പൊ സ്വഹാബയെ കിറാം റസൂലിനോട് ചോദിച്ചു, അങ്ങയും അങ്ങനെ തന്നെയാണോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ലാ തഗമ്മദനില്ലാഹു റഹ്മതൻ ഫളലൻ, ഫളലും റഹ്മത്തും, അള്ളാഹുവിന്റെ റഹ്മത്തും ഫളലും നമ്മെ വന്ന് പൊതിഞ്ഞാലല്ലാതെ, അല്ലെങ്കിൽ ആ റഹ്മത്തും ഫളലും കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതെന്താണ് സത്യത്തിൽ അർത്ഥമാക്കുന്നത്? ഇത് നമ്മെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ആലോചനകളെ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനും റബ്ബും, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ അമല് ചെയ്താൽ അള്ളാഹു അതിന് ജസാ നൽകും, പ്രതിഫലം നൽകും. പക്ഷെ അതൊരു ബിസിനസ് പോലെയുള്ള ഒരു പ്രതിഫലമാണോ? നമ്മളൊരു സംഗതി ബിസിനസ്സിൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുക, നമ്മളൊരു വസ്തു കൊടുക്കുമ്പോൾ അതിന്റെ മൂല്യത്തിനൊത്ത പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരിച്ചു നൽകുക. ഇതുപോലെയാണോ? ഒരിക്കലുമല്ല. കാരണം അള്ളാഹുവിന് വേണ്ടി അമല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അള്ളാഹു നൽകുന്ന ഒരു നിഅമത്താണ്. ഞാൻ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് എൻ്റെ കഴിവ് കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്വാഇമാകാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ.
അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദുആ ചെയ്യാൻ സാധിക്കൂ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ഹിദായത്ത് ലഭിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. ഒരു വേള ആലോചിച്ചാൽ നമ്മുടെ വുജൂദ്, നമ്മുടെ ബീങ്, നമ്മളുടെ ഉണ്മ, അത് തന്നെ അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമാണ്. അത് തന്നെ അള്ളാഹുവിന്റെ ഔദാര്യമായിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവോട് ഒരു കരാറിലെത്താനുള്ള അർഹത നമുക്ക് ഉണ്ടാവുക? അതൊരിക്കലും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളുടെ ഒരു പദവി എന്ന് പറയുന്നത് ആത്യന്തികമായി അബ്ദിന്റെ പദവിയാണ്, അടിമയുടെ പദവിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. നമ്മൾ നമ്മൾക്ക് അവിടെ ഒന്നും ക്ലെയിം ചെയ്യാനില്ല. അവിടെ നമുക്ക് യാചിക്കാനേ ഉള്ളൂ. അവിടെ നമുക്കൊന്നും അവകാശപ്പെടാനില്ല. അവിടെ ഒന്നും നമുക്ക് അവിടെ ഔദാര്യമായിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ആ അബ്ദ് എന്ന പദവിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ തൗബ എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് തൗബ നിരന്തരം സംഭവിക്കുന്ന ആളുകളായി, തൗബ നിരന്തരം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിരന്തരം റിട്ടേൺ ചെയ്തുകൊണ്ടേയിരിക്കുക, മടങ്ങിക്കൊണ്ടേയിരിക്കുക. കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും അവർ ഫിത്രയിലാണ് ജനിക്കുന്നത്. ശുദ്ധ പ്രകൃതി എന്ന് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുണ്ട്. അതിന്റെ ഒരു ഒറിജിനൽ ലെവലിൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള, പാപങ്ങളില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ ജനിക്കുന്നത്. പക്ഷെ പിന്നീട് അവൻ പാപങ്ങളിൽ ലോകത്ത് ഇടപെടുമ്പോൾ പലതരത്തിലുള്ള പാപങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകളിൽ നിന്ന് നിരന്തരം അള്ളാഹുവിലേക്ക് റിട്ടേൺ ചെയ്തുകൊണ്ടേയിരിക്കുക, ആ സംഗതിക്ക് പറയുന്ന പേരാണ് പ്രിയപ്പെട്ടവരെ തൗബ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, അള്ളാഹുവിന്റെ ഏതൊരു നിഅമത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിലും അതിനെല്ലാം രണ്ട് തലങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അസ്ഹാബ് ചോദിച്ചു, റസൂലെ ആരാണ് ഏറ്റവും നല്ല ആള്, ഖൈറുൻ നാസ്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ മൻ ത്വാല ഉംറുഹു, ഒരാളുടെ പ്രായം ദീർഘിച്ചു കിട്ടുകയും ഒരുപാട് പ്രായം കിട്ടുകയും എന്നാൽ അയാൾ നല്ല അമലുകൾ ചെയ്യുകയും ചെയ്തയാളാണ്. ഒരുപാട് കാലം ജീവിക്കാൻ പറ്റി, ആ കാലം മൊത്തം അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തു. ഇതാണ് നല്ല ഒരാൾ, ഖൈറുൻ നാസ്. അപ്പോ സഹാബെ കിറാം ചോദിച്ചു, ആരാണ് റസൂലെ ഷർറായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ആൾ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞ ഉത്തരം ഇത് തന്നെയാണ്. ഷർറുൻ നാസ് എന്ന് പറയുന്നത് മൻ ത്വാല ഉംറുഹു, അയാൾക്കും പ്രായം ദീർഘിച്ച് കിട്ടി, പക്ഷെ എന്ത് സംഭവിച്ചു? അയാളുടെ കർമ്മങ്ങൾ അയാൾ മോശമാക്കി, അല്ലെങ്കിൽ അയാൾ കർമ്മങ്ങളിൽ, പിന്നെ നല്ല കർമ്മങ്ങളിൽ ഏർപ്പെട്ടില്ല. അപ്പൊ ഒരേ അനുഗ്രഹം തന്നെ അത് രണ്ട് ഡയമെൻഷനിലും പ്രവർത്തിക്കാം. ഒരേ അനുഗ്രഹം തന്നെ ഒരാൾക്ക് ഗുണമായും ദോഷമായും പ്രവർത്തിക്കാം. നമ്മൾ ആലോചിച്ച് നോക്കും റമദാനെ കുറിച്ച്. റമദാൻ വലിയൊരു അനുഗ്രഹമാണ്, നമ്മുടെ ആയുസ്സിൽ ലഭിക്കുന്ന റമദാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അതേ റമദാനെ കുറിച്ച് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ആ റമദാൻ കിട്ടിയിട്ടും ആ റമദാനിലൂടെ പാപമോചനം നേടാത്ത ആളുകൾക്കെതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ. ആലോചിച്ചോ, ഖുർആൻ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഖുർആൻ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിനോട് മുഖം തിരിച്ചവരെ സംബന്ധിച്ചിടത്തോളം, അത് കിട്ടിയിട്ട് മുഖം തിരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ശിക്ഷയുടെ കാരണമാകും. എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതം ഇതിലിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കെല്ലാം ലഭിച്ചതെല്ലാം നിഅമത്താണ്. നമ്മൾ അതിനെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, അതിലൂടെ നമ്മൾ ഹൈറാവുന്നു, അതിലൂടെ നമ്മൾ ഷർറാവുന്നു. അപ്പൊ അതിലൂടെ ഹൈറിലേക്ക് എത്താനുള്ള ഒരു എഫേർട്ടും അതൊരിക്കലും ഷർറാവാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും, ഇത് തമ്മിലുള്ള ഒരു സംഘർഷത്തിലൂടെയാണ് മനുഷ്യന്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോഴത്തെ ആത്മീയതകളെ കുറിച്ച് ഈ അടുത്ത് ഞാനൊരു ലേഖനം വായിച്ചിരുന്നു, പുതിയ പലതരത്തിലുള്ള സ്പിരിച്വൽ കൾട്ടുകളെ കുറിച്ച്. അതിലെല്ലാം കോമൺ ആയിട്ട് അദ്ദേഹം പറയുന്ന, ലേഖകൻ പറയുന്നത്, പിന്നെ ലേഖനം ഒരു പ്രശ്നമുള്ള ലേഖനാണ്, അത് മാതൃഭൂമിയിൽ വന്ന ഒരു ടിപ്പിക്കൽ യുക്തിവാദ ലൈനുള്ള ലേഖനമാണ്. പക്ഷെ അതിൽ ആദ്യത്തെ ചില നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നി. അതിലവർ പറയുന്നത്, ഈ പുതിയ രൂപത്തിലുള്ള തൊഴിൽ സമ്പ്രദായങ്ങൾ, ലേബർ സിസ്റ്റംസ് വന്നപ്പോൾ, പുതിയ
പുതിയ രീതിയിലുള്ള ജോലി രീതികൾ കൂടുതൽ കൂടുതൽ ക്യാപിറ്റലിസത്തിന്റെ രൂപങ്ങളാകുന്ന സമയത്ത് പുതിയ രീതിയിലുള്ള ജോലി ക്രമങ്ങളാകുകയും വർക്ക് സ്പേസ് തന്നെ ആളുകൾക്ക് പലപ്പോഴും അവരുടെ വീടിനേക്കാളും പ്രധാനപ്പെട്ട രീതിയിൽ പ്രിയപ്പെട്ട രീതിയിൽ സജ്ജീകരിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയുള്ള പുതിയ ഒരു തരത്തിലുള്ള ഒരു ഘടന, ഒരു സ്ട്രക്ചർ വരുന്നതോടുകൂടി മനുഷ്യൻ കൂടുതൽ കൂടുതൽ വ്യക്തിപരമായി ഒറ്റപ്പെടുകയും വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുന്ന ഒരു ഒരു പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങളെ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർപ്പറേറ്റുകൾ തന്നെ അവർക്ക് പലതും പ്രൊവൈഡ് ചെയ്യും. എന്റർടൈൻമെന്റിന്റെ സ്പേസുകളെ മറ്റും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇന്ന് കോർപ്പറേറ്റ് സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ആസ്വദിക്കാവുന്ന ഒന്നാക്കി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഗതിയായി സ്പിരിച്വാലിറ്റി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ചില തരത്തിലുള്ള സൂഫി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ആത്മാനന്ദം ലഭിക്കുക എന്നുള്ള അതിനുള്ള ചില സ്പേസുകൾ ഒരുക്കുക എന്നുള്ളതാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദം എന്ന ഒരു അർത്ഥത്തിൽ മാത്രം കാണുന്നു. തീർച്ചയായിട്ടും ആത്മീയതക്ക് ഒരു ആനന്ദത്തിൻ്റെതായ തലമുണ്ട്. പക്ഷേ ദീനുൽ ഇസ്ലാം പറയുന്ന ആത്മീയതക്ക് ആനന്ദത്തിൻ്റെയും പ്രതീക്ഷയുടെയും തലങ്ങളുള്ളതോടൊപ്പം ഒരു വലിയ പേടിയുടെ തലമുണ്ട്. വിശ്വാസി നിരന്തരം പേടിക്കേണ്ടുന്ന ഒരു തലമുണ്ട്, നിരന്തരം ജാഗരൂകനായിട്ടിരിക്കേണ്ടുന്ന ഒരു തലമുണ്ട്. അതുകൊണ്ടാണ് ബക്കാഊൻ അല്ലെ, സഹാബകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ നിരന്തരം കരയുമായിരുന്നു എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കരയുമായിരുന്നു, ഖുർആൻ ഓതിയിട്ട് കരയുമായിരുന്നു, ദുആ ചെയ്ത് കരയുമായിരുന്നു. റളിയല്ലാഹു അൻഹു ധീരൻ, ശൂരൻ എന്നൊക്കെയാണ് നമ്മൾ പറയാ. അദ്ദേഹം രാത്രിയായാൽ കരയുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരന്തരമായി കരയുമായിരുന്നു. അപ്പൊ സ്വന്തത്തെ കൊടഞ്ഞ്, സ്വന്തത്തെ ഒന്ന് ഉടച്ചെടുത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണീരുമായിട്ട് നിൽക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ വിനീതരായി നിൽക്കുന്ന ഒരു തലമുണ്ട്. ആ തലം പലപ്പോഴും മിസ്സിംഗ് ആണ്. എല്ലായിടത്തും നമുക്ക് എന്റർടൈൻമെന്റ് ലഭിക്കുന്നു. മതവും അനുഭൂതിയുടെയും ആനന്ദത്തിന്റെയും തലത്തിൽ ഒരു മതത്തെ സൃഷ്ടിക്കുകയും നമ്മൾ വളരെ ഒറ്റക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരയേണ്ടുന്ന, അള്ളാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ചും ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചും കരയേണ്ടുന്ന ഒരു തലം, പ്രയാസപ്പെടേണ്ടുന്ന ഒരു തലം, ആ തലത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് തൗബ. അത് നിരന്തരമുള്ള മടക്കം, നിരന്തരമുള്ള മടക്കം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായ ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മനുഷ്യനൊരു ബേസിക്കലി ഒരു സിന്നർ, ഒരു പാപിയാണ് എന്നതല്ല. അങ്ങനെ പറയുന്ന മതങ്ങളുണ്ട്, പക്ഷെ ദീനുൽ ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. മനുഷ്യനൊരു എസൻഷ്യലി ഒരു തെറ്റുകാരനാണ് എന്നും, അല്ലെങ്കിൽ ആദിപാപം പോലുള്ള മറ്റൊരു ആളുടെ പാപം നമ്മിലേക്ക് ചേർക്കപ്പെടുന്നു, ഇങ്ങനെയൊന്നും ദീനുൽ ഇസ്ലാം പറയുന്നില്ല. കർമ്മ പോലെയുള്ള അല്ലെ, നമ്മൾ കർമ്മ എന്ന് പറയുന്ന സംഗതി ഒരു കാലത്ത് നമ്മൾ ചെയ്താൽ അത് പിന്നീട് നമ്മളിലേക്ക് അത്തരം കാര്യങ്ങളും ഒന്നുമല്ല ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതിനെല്ലാം വിപരീതമായ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഖീദയാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഹിന്ദു ദർശനങ്ങളെ പോലെ നമ്മൾ ജന്മം കൊണ്ട് നമ്മൾ ഒരിക്കലും പാപികളായി തീരുന്നില്ല. പിന്നെ എന്താണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചുള്ള സങ്കല്പം? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. കുല്ലു ബനി ആദം ഖത്വാഉൻ വ ഖൈറുൽ ഖത്വാഇന തവ്വാബൂൻ. എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ തെറ്റ് പറ്റുന്നവരാണ്. ഏറ്റവും നല്ല തെറ്റ് പറ്റുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ തൗബ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ തെറ്റ് പറ്റാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമുള്ള കാര്യമല്ല. പിന്നെ എന്താണ്, തെറ്റ് പറ്റാം, പക്ഷെ ആ നിരന്തരമായിട്ടുള്ള തൗബ, അതാണ് അള്ളാഹുവിന് വേണ്ടത്. അതാണ് അള്ളാഹു തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഹദീസിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നതാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബയെ കിറാമിനോട് പറയാണ്, ലൗല അന്നകും തദ്നബൂൻ ഖൽഖില്ലാഹി ഖൽഖൻ യദ്നബൂൻ ഫയസ്തഗ്ഫിറൂൻ ഫയഗ്ഫിറു ലഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ദമ്പ് പിന്നെ തെറ്റുകൾ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹ് നിങ്ങളെ മാറ്റിയിട്ട് വേറൊരു കൂട്ടരെ കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്നിട്ട് അവർ പാപം ചെയ്യുകയും അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും തൗബ നടത്തുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യും. അപ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹ് നമ്മൾക്ക് ഒരു തെറ്റും പറ്റാത്ത 916 ആളുകളായിട്ട് വരണമെന്ന് അങ്ങനെയല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അങ്ങനെയല്ല അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മളുടെ അബദ്ധത്തിൽ സംഭവിക്കാം, നമ്മളുടെ വീഴ്ചകൾ സംഭവിക്കാം, നമ്മൾ അതിന്റെ പെർഫെക്ഷൻ നമുക്ക് നഷ്ടപ്പെടാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ടു റിട്ടേൺ. ആ മൊമെന്റിൽ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. ആ മടക്കം, അതാണ് അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹു നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, പല സംഗതിയിലും വളരെ മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ വളരെ ക്യാൻസൽ ചെയ്യുന്ന, പിന്നെ അയാളുടെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതകളും ഇല്ലാത്ത രീതിയിലാണ് പലപ്പോഴും പലതിലും നമ്മൾ കാണാറുള്ളത്. എന്തെങ്കിലും ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അയാൾക്കൊരു പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം. ചിലപ്പോൾ പിന്നെ എല്ലാ തെറ്റുകളും മനുഷ്യർ ക്രൂരന്മാരായതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. ചില തെറ്റുകൾ അവർക്ക് ഒരു ദൗർബല്യം കൊണ്ട് സംഭവിക്കുന്നതുമാകാം. ചില സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സംഭവിക്കുന്നതാകാം. ചില സമയത്ത് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സംഭവിച്ചതാവാം. അതൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ആ ഒരു ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ നമ്മൾ സംഭവിച്ച ഒരു പാപം, ആ പാപത്തോട് പിന്നീട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ തൗബയിലൂടെ അള്ളാഹുവിലേക്ക് റിട്ടേൺ ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മൾ അവിടെ നിർവഹിക്കേണ്ടുന്ന സംഗതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. മുതതഹിരീൻ, ഒരു നിരന്തരം ശുദ്ധീകരിക്കുന്ന ആളുകൾ, നിരന്തരം അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളൊരു അമല് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു, അത് നിരന്തരം ആവർത്തിക്കുന്നതോടുകൂടി ആ പുള്ളി ഇങ്ങനെ വ്യാപിച്ച് ഹൃദയമാകെ ഇരുണ്ടു പോകുന്നു. അപ്പൊ നിങ്ങൾ തൗബ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ ഒരു പ്രവർത്തനം അത് നിരന്തരമായി സംഭവിക്കേണ്ടതാണ്. അത് സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ കുറ്റക്കാരായി തീരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ആഴമാണ്. നിങ്ങൾ എന്ത് സംഭവിച്ചോട്ടെ, നിങ്ങൾ എന്നിലേക്ക് വരൂ, കം ബാക്ക്, റിട്ടേൺ ടു മീ, നിങ്ങൾ എന്നിലേക്ക് വരൂ എന്ന് അള്ളാഹു വിളിക്കുന്നു. പക്ഷെ നമ്മൾ ചെല്ലുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു, രാവിൽ ഞാൻ പകലിൽ പാപം ചെയ്ത ആളുകളെ കാത്തിരിക്കും, പകലിൽ ഞാൻ രാവിൽ പാപം ചെയ്ത ആളുകളെ കാത്തിരിക്കും, കൈനീട്ടി കാത്തിരിക്കും എന്ന ഹദീസുകളിൽ. ആ കൈനീട്ടി കാത്തിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെന്നില്ല എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ പൂർണ്ണാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളത് അള്ളാഹുവിനോട് ചെന്ന് പറയൂ. രാവിലെ അള്ളാഹുവോട് നിങ്ങൾ ചെന്ന് സംസാരിക്കൂ, അവനിലേക്ക് മടങ്ങൂ. നിങ്ങൾ എന്തുകൊണ്ട് അതിന് സമയം കാണുന്നില്ല? നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുന്നു വിചാരിച്ചോ? നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ വ്യവഹാരങ്ങളിൽ അകപ്പെട്ട് നമ്മൾ അതിന് അള്ളാഹുവിനെ കുറിച്ച് മറന്നുപോയോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരു പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു തെറ്റ് പറ്റി എന്ന് മാത്രമല്ല, ഒരു തെറ്റ് ചെയ്യുന്നതോടുകൂടി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നു, ഒരാൾ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി, ഡിസ്റ്റൻസ് വന്നു. പിന്നെ ആ ഡിസ്റ്റൻസിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അള്ളാഹുവിലേക്ക് അയാൾക്ക് മടങ്ങണമെങ്കിൽ, അടുക്കണമെങ്കിൽ തൗബയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ തൗബയിലൂടെ പിന്നെ അദ്ദേഹത്തിന് തിരിച്ച് വരാൻ കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനുൽ ഇസ്ലാം നൽകിയിട്ടുള്ള നിങ്ങൾ ഓരോ സമയത്തും മടങ്ങുക എന്ന പ്രക്രിയയിൽ നിരന്തരം ഏർപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യത്തിൽ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. ഇതിന്റെ സംഭവം ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. പല മതങ്ങളും പല രീതിയിലാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ വിശദീകരിക്കുന്നത്. പക്ഷേ ദീനുൽ ഇസ്ലാം അത് വിശദീകരിച്ച സമയത്ത് ആദ്യം തന്നെ ഒരു പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി
ഭാര്യക്കും ഒരബദ്ധം പറ്റിയാണ്. അവർ ഷെയ്ത്താന്റെ വലയിൽ ചെന്ന് ചാടുകയാണ്, അല്ലെങ്കിൽ അതിൽ പെട്ടുപോവുകയാണ്. ആ പെട്ടുപോയതിനു ശേഷം അവർ നടത്തുന്ന ഇസ്തിഗ്ഫാർ പരിശുദ്ധ ഖുർആൻ പറയുന്നതായി നമുക്ക് കാണാം. അവര് അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് മനുഷ്യൻ, ആദ്യ മനുഷ്യനിൽ നിന്ന് അള്ളാഹു നൽകുന്ന പാഠം അള്ളാഹുവിലേക്ക് തെറ്റുപറ്റുകയും മടങ്ങുകയും ചെയ്യുക എന്നതാണ്. എന്തിനാണ് അള്ളാഹു നമ്മോട് അത് പറയുന്നത്? മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് പിന്നെ കാണിച്ചു തരികയാണ്. റബ്ബന ഖാല റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവിടെ പറയാണ്, ആദം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറയാണ്, ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു കാണിച്ചു പോയി. നമ്മളൊരു പാപം ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകൾ പറയാറുണ്ട്, നമ്മളിപ്പോ തോന്നിയമാതിരി ജീവിച്ചാൽ പഠിച്ചവൻ എന്തെങ്കിലും അതുകൊണ്ട് പിന്നെ സംഭവിക്കുക? പഠിച്ചവന്റെ സോവർണിറ്റിക്ക് അധികാരത്തിനൊന്നും സംഭവിക്കൂലല്ലോ, പിന്നെന്താണ്? അപ്പൊ അത് അള്ളാഹുവിന് എന്തോ സംഭവിക്കുക എന്നുള്ളതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം വഷളാകുക, അയാൾക്ക് തന്നെ റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ, നീ പുറത്തു തരുന്നില്ലെങ്കിൽ, നിന്റെ കാരുണ്യമില്ലെങ്കിൽ ഞങ്ങൾ വലിയ നഷ്ടകാര്യപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കംബാക്ക് നടത്തുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുന്നത് ഫറോവയുടെ ഇസ്തിഗ്ഫാറാണ്. ഫിർഔൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വേള പിന്നെ ഇസ്തിഗ്ഫാർ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ സമയത്ത് ഫറോവ പറയൂ, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ അൽആൻ വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ ഫൽയൗമ നുനജ്ജീക ബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയതൻ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിന ലഗാഫിലൂൻ. അതായത് എല്ലാം പിന്നെ മരിക്കാൻ പോകുന്ന അവസാന സന്ദർഭത്തിൽ ഫറോവ പിന്നെ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയുകയും, പക്ഷെ അള്ളാഹു അതിനെ തള്ളിക്കളഞ്ഞു. ഇതേപോലെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ അള്ളാഹു പക്ഷാതാപം സ്വീകരിക്കാത്ത ഒരു സമയത്തെ കുറിച്ച് പിന്നെ ഒരു ഹദീസിലെ പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നത് മാലം യുവർ എന്നുള്ളത്. എന്ന് വെച്ചാൽ അവസാനത്തെ ലാസ്റ്റ് ബ്രീത്തിൻ്റെതായിട്ടുള്ള സമയങ്ങൾ, മരണവെപ്രാളത്തിന്റെ സമയത്തിൽ, അവസാനം ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കഴിയുന്ന ഒരു സമയത്ത്, അവിടെ അല്ല നിങ്ങൾ തൗബ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്ദർഭത്തിലാണ് തൗബ ചെയ്യേണ്ടത് എന്ന് ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കിക്കൊണ്ട് പറയാനുള്ളത്, അള്ളാഹുവിലേക്ക് നിരന്തരം റിട്ടേൺ ചെയ്യുന്ന, നിരന്തരം മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങുക സന്നദ്ധതയാകുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതാണ്. വഫ്ലത്തിലായി പോകരുത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് നൂർ ആണ്, പ്രകാശം, ലൈറ്റ് എന്നുള്ള മെറ്റഫർ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു, ഇതൊരു ഒരർത്ഥത്തിൽ ഒരു ഏജ് ഓഫ് ലൈറ്റ് ആണ്, പ്രകാശത്തിന്റെ ഒരു കാലാണ്, എല്ലായിടത്തും ലൈറ്റാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സത്യത്തിൽ കാണുന്നത് ലൈറ്റാണ് അല്ലെ, വെളിച്ചത്തിലാണ്. പിന്നെ വെളിച്ചാണ് നമ്മുടെ പേരും. പിന്നെ അത് മൊത്തത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലൈറ്റാണ് ഈ പ്രകാശം. ഇതൊരു ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത് ഉപയോഗിച്ച മെറ്റഫറിൽ ഇന്ന് എന്താണ് അതിന്റെ പ്രസക്തി? അത് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ പ്രകാശം എന്ന് പറയുന്നത് ഖുർആനൊരു പ്രകാശമാകുന്നത്, നൂറാകുന്നത്. അതൊരു പ്രകാശം എന്താ ചെയ്യുക, ഒരു സംഗതിയുടെ സർഫസിനെ അതിൽ പ്രകാശെത്തുമ്പോൾ അത് വിസിബിൾ ആവുന്നു എന്നുള്ളത്, അത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ അത് വിസിബിൾ ആവും. പക്ഷെ കാര്യങ്ങൾക്ക്, ഭൗതിക ലോകത്തെ കാര്യങ്ങൾക്ക്, സംഭവങ്ങൾക്ക്, അത് വസ്തുക്കളാകാം, നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളാകാം, അനുഭവങ്ങളാകാം, എന്തും ആകാം, അതിന് ഈ ലോകത്തിന് അതീതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന ആ യാഥാർത്ഥ്യത്തെ കാണിച്ചു തരുന്ന ലൈറ്റ്, ആ നൂർ, അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ വളരെ അതിന്റെ ഒരു ഭൗതികമായിട്ട് കാണുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് എല്ലാ സംഗതികളെ കുറിച്ചും അള്ളാഹുവിന്റെ ആയാത്തുകളാണ് എന്ന് നമ്മൾ പറയുന്നത്. എല്ലാം മറ്റൊന്നിലേക്ക് സൂചിപ്പിക്കുന്നു. എന്താണ് മറ്റൊന്ന്? ഉഖ്റവിയായിട്ടുള്ള സംഗതി.
തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന അടിസ്ഥാനങ്ങളിലേക്ക് ഇത് സൂചനകൾ നീട്ടുന്നു. ആ സൂചനകൾ കാണുന്നവർക്കേ ശരിക്കും തൗബ ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ പിന്നെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അല്ലെ, ഖുർആനും ദീനുൽ ഇസ്ലാം എപ്പോഴും അതിന്റെ എല്ലാ ആത്മീയാധ്യാപനങ്ങളിലും നമ്മൾ കാണാൻ കഴിയുന്ന സംഗതിയാണ്. ഫൈനൽ മൊമെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് നന്നാകാൻ വേണ്ടി പറയാം. അതൊരു പക്ഷെ മരണമാകാം, അല്ലെങ്കിൽ യൗമുസ്സാ, അന്ത്യനാളാകാം, തീരാനുള്ള ജീവിതം തീരുന്ന ഒരു മൊമെന്റ് ആകാം, ലോകം മൊത്തം തകരുന്ന, ദ എൻറ്റയർ ദിസ് വേൾഡ് തകരുന്ന ആ മൊമെന്റ് ആകാം, യൗമുസ്സാ എന്ന് വെച്ചാൽ ഇതെല്ലാം നശിക്കും. നിങ്ങളുടെ ജീവിതം സാധ്യമാകുന്ന നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്, നമ്മളുടെ ഒരു നിലനിൽപ്പ്, ബോധം, ഇതൊക്കെ സാധിക്കുന്നത് ഇതിന്റെ അകത്ത് നിൽക്കുമ്പോഴാണ്. ഇതെല്ലാം തകരും എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര പേടിയാണ്. നമ്മൾ സാധാരണ പിന്നെ മനുഷ്യന് പേടിയില്ല, മതങ്ങൾ മനുഷ്യന്റെ പേടി ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മനുഷ്യൻ പേടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം തകർന്നാൽ ഒരു സൈഫൈ ഒക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന പോലെ ആലോചിച്ചു, ഇതെല്ലാം തകർന്നാൽ പിന്നെ എന്തുണ്ട്? അവിടെ നമ്മളുടെ അസുലിയായ അബ്ദ് എന്ന, അടിമ എന്ന അവസ്ഥയിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊരു ഒരു രക്ഷ അവിടെ ഇല്ല എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന സംഗതിയുണ്ട്. തൗബക്ക് 3 ഷർത്തുകൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ വേണം. എന്ന് പറഞ്ഞാൽ നദം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു ഹദീസിലൂടെയും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് പിന്നെ കുറ്റബോധം എന്ന് പറയുന്നത് നദും, അതാണ് തൗബ എന്ന രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തൗബ എന്ന് പറഞ്ഞാൽ കുറ്റബോധങ്ങൾ, പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അത് പിന്നെ തൗബയാണ്. അത് പ്രധാനമായിട്ടുണ്ടായിരിക്കണം. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിനെ കുറിച്ച് നിരന്തരമായ ഒരു കുറ്റബോധം ഉണ്ടായിരിക്കണം. നിരന്തരം ഉണ്ടായിരിക്കണം. പിന്നെ ഖിലാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കൊടുത്തിട്ടുള്ളത് പിന്നെ റിലിങ്ക്വിഷ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനെ കൈയൊഴിയാനുള്ള, നമ്മൾ ഒരു ഭൂതകാലത്ത് നമുക്കൊരു സംഭവിച്ച അബദ്ധങ്ങളെ ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിടുതലിനുള്ള ഒരു സന്നദ്ധത. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുണ്ടാകേണ്ട ഒരു സംഗതിയാണ് ഭാവിയിൽ, മുസ്തഖ്ബലിൽ അതിലേക്ക് ഞാൻ പോകില്ല എന്ന ദൃഢനിശ്ചയം. ഈ 3 സംഗതികൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. ഈ 3 സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തൗബ സ്വീകാര്യമാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ തൗബ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു അറബി, ഒരു ഗ്രാമീണനായിട്ടുള്ള ഒരു അറബി ഇസ്തിഗ്ഫാർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് വ്യാജന്മാരുടെ കപടമായിട്ടുള്ള തൗബയാണ്. വെറുതെ ഇങ്ങനെ വായിലേ അതുള്ളൂ, ഖൽബിലേക്കില്ല. അപ്പോ ഗ്രാമീണനായിട്ടുള്ള റിയാസ് നിങ്ങളെ സ്പീക്കറിനൊന്നും അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് 6 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് തൗബ സാധ്യമായിരിക്കും. ഒന്നീ പറഞ്ഞ പോലെ മാളിയിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പോലെയുള്ള അതിലുള്ള ഖേദം, അത് വളരെ പ്രധാനം. അതില്ലാത്ത ഒരു തൗബ സ്വീകാര്യമല്ല അലി റളിയല്ലാഹു അൻഹു പറയാം. പിന്നെ അലി റളിയല്ലാഹു അൻഹു പറയുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു പാപം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ അപ്പോ രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിച്ച മറ്റ് കാര്യങ്ങളുടെ കടമകളുടെ കാര്യത്തിലുള്ള അതിൽ നമ്മൾ പുനരാലോചിക്കണം, അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. മൂന്നാമതായിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്ക് ആളുകളോടുള്ള ബാധ്യതകളെ, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അള്ളാഹുവോടുള്ള ഒരു ബന്ധം പ്രധാനമാണ്, മനുഷ്യരോടുള്ള ഇവരോടുള്ള ബന്ധവും പ്രധാനമാണ്. അതുകൊണ്ടാണ് പിന്നെ ഷഅബാനിൽ
അള്ളാഹു രണ്ട് കൂട്ടർക്ക് അള്ള പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട്, ഒന്ന് മുഷ്രിക്കും ഒന്ന് മുഷാഹിനും. മുഷ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് വെറുപ്പും ദേഷ്യവും വെച്ച് പുലർത്തുന്ന ആളുകൾ. ഇവിടെ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ തൗബ ചെയ്യുന്ന വേളയിൽ നിങ്ങൾ ആളുകളോടുള്ള ബന്ധങ്ങൾ ക്ലിയർ ആയിരിക്കണം, അനാവശ്യമായ ശത്രുതയും വെറുപ്പും ആളുകളോടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം, ആളുകളുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം. മറ്റൊരു സംഗതി പറയുന്നത്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. നമ്മളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉള്ളിലെടുക്കുന്ന തീരുമാനമാണ്. കൽബിലെടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അള്ളാഹുവിന് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട്. എന്താണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മാത്രം, നമ്മുടെ ചിന്തകൾ അടക്കം അള്ളാഹുവിന് കൃത്യമായ ധാരണയുണ്ട്, കൽബിന്റെ പ്രവർത്തനങ്ങൾ. അപ്പൊ ആ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു തൗബയെ സ്വീകരിക്കുകയുള്ളൂ. ഏറ്റവും അവസാനമായി അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ തഖ്വയിലേക്ക് നിങ്ങൾ തഖ്വ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ സംഗതികളിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് പിന്നെ ഇസ്തിഗ്ഫാർ നേടിയെടുക്കാൻ കഴിയുക, തൗബ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയുക എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും. നേരത്തെ ഞാൻ ഉദ്ധരിച്ച ആദം നബിയുടെ സംഭവത്തിൽ അവിടെ ഇബ്ലീസിനോട് അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്, തൗബ ചെയ്യാൻ. പക്ഷെ അദ്ദേഹം അതിന് സന്നദ്ധരാകുന്നില്ല. അതിനെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇബ്ലീസിന്റെ ഒരു പ്രവർത്തന സ്വഭാവം, പിന്നെ ഇബ്ലീസിന്റെ ഒരു പ്രവർത്തന സ്വഭാവം എന്ന് പറയുന്നത്, പ്രവർത്തന രീതി എന്ന് പറയുന്നത്, ആളുകളിൽ ഒരു 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 യഖീൻ ഉണ്ടാക്കുക. യഖീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈമാനിലുള്ള യഖീനല്ല, ഒരു ഉറപ്പല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന സംഗതികളിൽ നമുക്കൊരു കുറ്റബോധം ഇല്ലാതിരിക്കുക. ഇതാണ് ഇബ്ലീസിന്റെ പ്രവർത്തനം എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിക്കീൻ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് നമുക്കൊരു സംഗതി ചെയ്തിട്ട് അതിനോട് നമ്മൾ അതിന് പാകപ്പെട്ടു പോയി, നമുക്കതിലൊന്നും തോന്നുന്നില്ല, അതിലൊരു തെറ്റൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇബ്ലീസ് നമ്മൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹിന്റെ പിന്നെ ഒരു മെറ്റഫർ, ഒരു കഥ പറയുന്നുണ്ട്. അതായത് ശൈത്താൻ എങ്ങനെയാണ് നമ്മളെ കീഴ്പ്പെടുത്തുക. അപ്പൊ അദ്ദേഹം പറയുന്നത്, ശൈത്താൻ നമ്മളെ കീഴ്പ്പെടുത്തല് നമ്മളുടെ നഫ്സിനെ നമ്മളൊരു കോട്ടയായിട്ട് കാണാം. ഈ കോട്ടയ്ക്ക് ഒരുപാട് ഡോറുകളുണ്ട്, ഒരുപാട് സെക്യൂരിറ്റികളുണ്ട്, ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. ശൈത്താൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ നേരെ അപ്പുറത്ത് ഒരു കോട്ട ഉണ്ടാക്കും, ഒരു ഫോർട്ട് ഉണ്ടാക്കും. എന്നിട്ട് എപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ നഫ്സാകുന്ന കോട്ടയുടെ ഏതെങ്കിലും ഒരു വാതിലിലെ ഏതെങ്കിലും ഒരു ഗാർഡ് ഒന്ന് മയങ്ങിപ്പോയാൽ, ഒന്ന് ഉറങ്ങിപ്പോയാൽ അതിലൂടെ ശൈത്താൻ അകത്ത് കയറുകയും നഫ്സിനെ മൊത്തം കീഴ്പ്പെടുത്തുകയും ചെയ്യും എന്നാണ്. എന്ന് വെച്ചാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, നമ്മളെല്ലാവരും എല്ലാ തെറ്റും ചെയ്യുന്ന മഹാക്രൂരന്മാരൊന്നും ആയിക്കൊള്ളണം എന്നില്ല. നമ്മളെല്ലാവരും എല്ലാ പാപങ്ങളും ചെയ്യുന്ന ഭീകരന്മാരൊന്നും ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമുക്ക് ഒരു വീക്ക് പോയിന്റ് എങ്കിലും എവിടെയോ ഉണ്ടാകും. ഒരു വീക്ക് പോയിന്റ് എങ്കിലും നമ്മിൽ നിരന്തരമായി ആവർത്തിക്കുന്നുണ്ടായിരിക്കണം. ഷൈത്വാനിന്റെ എൻട്രൻസ്, നമ്മുടെ നഫ്സിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് അതാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ എൻട്രൻസ് കണ്ടെത്തുകയും അത് അടച്ചു കളയുകയും ചെയ്യുക, അതാണ് തൗബയുടെ വഴി. അതാണ് നമ്മെ അള്ളാഹുവിലേക്ക് മടക്കാനുള്ള, അള്ളാഹുവിലേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വഴി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അദ്ദേഹം പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ബാധ്യതകളുണ്ട്. ഒരു സൊസൈറ്റി എന്ന ഇവിടെ നീതിയും ഇതും നിലനിർത്തുക എന്ന ബാധ്യത, അതോടൊപ്പം തന്നെ നമ്മളുടെ ബാധ്യതയാണ് നിരന്തരം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു അന്തരീക്ഷത്തെ നമ്മിൽ ഉണ്ടാക്കുകയും തൗബക്ക് അനുഗുണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ തൗബ എന്ന് പറയുന്നത്, നിരന്തരം അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത്, ഇത് മടങ്ങുക എന്ന് പറഞ്ഞാൽ വെറുതെ സംഭവിക്കില്ല, നമുക്ക് വിചാരിച്ച പോലെ മടങ്ങാനൊന്നും കഴിയില്ല. അതിന് ഒരുപാട് മുന്നോപാധികളുണ്ട്. നമ്മൾ പിന്നെ ലാസ്റ്റ് മൊമെന്റിനെ കുറിച്ച് ആലോചിക്കണം. ഇസ്ലാമിന്റെ ഒരു സമയബോധത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. ഈ ലോകത്ത്
ഒരു എൻഡിലേക്ക് പോവുകയാണെന്നും ഞാനൊരു എൻഡിലേക്ക് പോവുകയാണെന്നും ഞാൻ ഒറ്റക്ക് നിൽക്കുമ്പോഴും അള്ളാഹുവിന്റെ വീക്ഷണത്തിലാണ് എന്ന് ഇങ്ങനെയുള്ള ഒരു സമയ സ്ഥല ബോധത്തിനകത്ത് നിന്നേ ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഹുബ്ബും ഖൗഫും റജാഉം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന മൂന്ന് സംഗതികളാണ്. നിങ്ങൾക്ക് മൂന്ന് സംഗതികളിലൂടെ അള്ളാഹുവിനോട് ബന്ധം ഉണ്ടാകണം. ഒന്ന്, ഒരു കിളിയെ പോലെയാണ്, ഒരു ബേർഡിന്റെ മെറ്റഫറാണ് അവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉപയോഗിക്കുന്നത്. ഒരു ഒരു ചിറക് എന്ന് പറഞ്ഞാൽ അത് ഹൗഫ്, പേടി, അള്ളാഹിനോടുള്ള പേടി. മറ്റൊന്ന് ഹുബ്, മറ്റൊന്ന് ഹൗഫ്, റജാ, പ്രതീക്ഷ. ഒന്ന് പേടി, ഒന്ന് പ്രതീക്ഷ. ഈ കിളിയുടെ തല എന്ന് പറഞ്ഞത് ഹുബ്, അള്ളാഹുവിനുള്ള ഇഷ്ടം. പേടിയും പ്രതീക്ഷയും ഹുബും ഇത് തമ്മിലുള്ള ഒരു ബാലൻസിലൂടെ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് പറന്ന് അടുക്കാൻ കഴിയുകയുള്ളൂ. അതിൽ നിങ്ങൾക്ക് പേടി വേണം, അള്ളാഹിനെ കുറിച്ച് പേടി വേണം, അള്ളാഹുവിൽ പ്രതീക്ഷ വേണം, അള്ളാഹിനോട് ഇഷ്ടം വേണം. ഇത് നമുക്കൊരു സൃഷ്ടിയോട് സാധ്യമല്ല. ഒരു മനുഷ്യനോട് നമുക്ക് പിന്നെ ഇഷ്ടവും പേടിയും എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് ഉണ്ടാവില്ല. ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ദേഷ്യം ഉണ്ടാവും, പേടി ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അള്ളാഹുവോടുള്ള ബന്ധം നമ്മുടെ സൃഷ്ടികളോടുള്ള ബന്ധം പോലെയല്ല, അത് സെപ്പറേറ്റ് ആണ്. അത് അള്ളാഹു എന്ന് പറഞ്ഞാൽ വേറെ തന്നെയുള്ള നമ്മളുടെ രാജാതിരാജനാണ്. പിന്നെ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഇത് വിശദീകരിക്കുന്നത് തൗബക്ക് വേണ്ടത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങാനും കരയാനും കരഞ്ഞ് കൈകൾ ഉയർത്താനും കഴിയുക. അള്ളാഹുവിന്റെ ശക്തിയെ, ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയാറുള്ള സെക്കുലറൈസ്ഡ് ഏജ് എന്ന് വെച്ചാൽ നമ്മളുടെ സാന്നിധ്യങ്ങളിൽ നമ്മൾക്ക് കാണാവുന്നതിനപ്പുറം ഗൈബിയായിട്ടുള്ള ഒന്നുമില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു പോകുന്നു. ഇവിടെ മലായിക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറി പോലെ ആയിരിക്കും, അല്ലെ? ഒരു മാജിക് ഒരു കഥ പോലെ നമുക്ക് തോന്നുള്ളൂ. നമുക്കതൊരു യാഥാർത്ഥ്യമായിട്ട് തോന്നില്ല. അള്ളാഹു നമ്മളെ വിളിക്കുമെന്നും മലായിക്കത്ത് നമ്മൾ കൊണ്ടുപോകുമെന്നും എന്ന് പറയുമ്പോൾ അതൊരു റിയലായി, അതാണ് ഹക്ക് എന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് ഭീതി ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടാവുക. ആ ഭീതിയിൽ അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതോടുകൂടി അള്ളാഹു നിങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ ആ സമയത്ത് പിന്നെ അംർ ഇബ്നു ആസ് പെട്ടെന്ന് കൈ വലിക്കും. റസൂൽ ചോദിക്കും, എന്താണ് നീ കൈ വലിച്ചത്? അപ്പോ അദ്ദേഹം പറയും, ഞാൻ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ എനിക്ക് എല്ലാ പാപങ്ങളും പുറത്തു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും നിങ്ങൾ അള്ളാഹുവിന്റെ കെലിമയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ മുൻ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ, മുർസലീങ്ങളുടെ തൗബ നമ്മൾ ധാരാളമായി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് പിന്നെ ചെയ്യുന്ന തൗബ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സഹാബയെ കിറാമും അതുപോലെ തന്നെ നടത്തുന്ന തൗബകൾ വളരെ പിന്നെ കരഞ്ഞുകൊണ്ട് നടത്തുന്ന തൗബകൾ, അത് നമ്മിൽ നിന്ന് ഉണ്ടാകണം. ഈ പരിശുദ്ധ റമളാനിൽ അല്ലാഹു പിന്നെ നമുക്ക് പാപമോചനം നൽകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത്, നരകമോചനം നൽകാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് അള്ളാഹുലേക്ക് സഞ്ചരിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാത്തിനും ശേഷം എല്ലാ തരത്തിലുള്ള സിദ്ധാന്തങ്ങളും ആലോചനകളും, പിന്നെ ഇന്നലെ ഞാൻ ഷെർമൻ ജാക്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പിന്നെ പണ്ഡിതൻ, അദ്ദേഹം ഒരു ഭയങ്കര ഇസ്ലാമിക് തിയോളജിയിൽ അഖീദയിൽ വളരെ ആഴമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹിയെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയൊരു ഭാഗം കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത്, സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹിയുടെ പിന്നെ തൂക്ക് വിധി പാകിസ്ഥാൻ കോർട്ടിലെ പിന്നെ ഒരു തൂക്ക്, അതിന്റെ തലേന്ന് അദ്ദേഹം വളരെ പിന്നെ സുഖമായിട്ട് ഉറങ്ങിയതിനെ കുറിച്ചും വളരെ പിന്നെ കൂളായിട്ട് അതിനെ നേരിട്ടതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ഷെർമൻ ജാക്സൺ പറയുന്നുണ്ട്, ആഫ്റ്റർ ഓൾ നമ്മളൊരു മരണം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ അതുവരെയുള്ള എല്ലാ സംഗതികളും ഇല്ലാതായി തീരുകയാണ്. നമ്മൾ
അത് നമ്മളെ പേടിപ്പിക്കുന്ന സംഗതിയാണ്. കാരണം നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയില്ല. എവിടേക്കാണ് ഈ മരിച്ച മനുഷ്യരൊക്കെ പോയി, അവരെവിടെയാണുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഇവിടെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ സോഷ്യൽ ഇമാജിനും എല്ലാം തകർന്ന് മറ്റൊന്നിലേക്ക് എൻ്റർ ചെയ്യാം. അതാണ് മൗത്ത്. അതിന് അതിന് വളരെ കൂളായിട്ട് നേരിടാൻ കഴിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് ഉറപ്പിച്ചിരിക്കണം. പാപത്തിന്റെ ഭാണ്ഡം നമ്മളില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ ക്ലിയറിംഗ് പ്രോസസ്സിന്റെ പേരാണ് തൗബ. അള്ളാഹുവിലേക്ക് നിരന്തരം മടങ്ങാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ അള്ളാഹു പാപമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ, നരകമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ, അള്ളാഹു അവനിലേക്ക് സ്വീകരിക്കുന്ന, അവന് ഇഷ്ടപ്പെട്ട ആളുകളായി, അവന്റെ രമ നൽകുന്ന ആളുകളായി സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഉലമാക്കൾ പറഞ്ഞതുപോലെ ചെയ്ത തെറ്റുകളിൽ കുറ്റബോധം പോലും ഇല്ലാത്ത, അതൊരു തെറ്റാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന്, ആ ഭീകരാവസ്ഥകളിൽ അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുകയും നിരന്തരം അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു തവ്വാബൂൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മുത്തഹിരീൻ എന്ന് പറഞ്ഞ ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അസ്മാകളാണ് നമുക്കറിയാം. ഗഫാറായാലും തവ്വാബായിരുന്നാലും ഇതെല്ലാം അള്ളാഹുവിന്റെ സവിശേഷതകളാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാവുകയോ, നമ്മുടെ പാപങ്ങളിൽ 1000 100 കൊന്ന് 99 കൊന്ന് അവസാനം അതിന് പാപമോചനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഇല്ല എന്ന് പറഞ്ഞ ആളെയും കൊന്നു വന്ന ഒരാളെ കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാം. അദ്ദേഹത്തിന് പോലും അള്ളാഹ് പുറത്തു കൊടുത്തു എന്ന്. അപ്പോൾ പാപമോചനമുണ്ട്, അത് ചോദിക്കാനുള്ള സന്നദ്ധത, ഇഖ്ലാസ്, കരയാനുള്ള സന്നദ്ധത, അള്ളാഹുവിന്റെ മുമ്പിൽ വീഴാനുള്ള സന്നദ്ധത അത് നമ്മൾ കാണിക്കണം. അത് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ റയ്യാൻ എന്ന കവാടത്തിലൂടെ അവന്റെ ജന്നത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വാഇമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 പുണ്യമുണ്ട്. ഒന്ന്, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. 2 സന്തോഷങ്ങളിൽ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതിലേക്കുള്ള സന്തോഷമാണ്. നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം, ഇഫ്താറിന് ശേഷം നമ്മെ കാത്തിരിക്കുന്നത് അള്ളാഹുവിനെ കാണുക. മാലിക്കുൽ മുലൂക്കായ, പ്രപഞ്ചങ്ങളുടെ മുഴുവൻ, അള്ളാഹു എന്ന് നമുക്ക് പറഞ്ഞു തേഞ്ഞു പോയൊരു വാക്കായി തീരാൻ പാടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചങ്ങളുടെ, എൻ്റെ യൂണിവേഴ്സിന്റെ സൃഷ്ടാവായിട്ടുള്ള എല്ലാത്തിൻ്റെയും കാരണക്കാരായിട്ട് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന മഹാഭാഗ്യത്തിലേക്ക് നോമ്പിലൂടെ എത്തിപ്പെടാൻ, രണ്ടാമത്തെ ആ സന്തോഷം കൂടി നേടിയെടുക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.